കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ പുസ്തക പൂജയെപ്പറ്റിയും വിജയദശമി ദിനത്തെപ്പറ്റിയുമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. പുസ്തകങ്ങൾ മാത്രമല്ല പൂജ വെക്കുന്നത്, ആയുധ പൂജയുമുണ്ട്. ആയുധ പൂജ നമ്മൾ സാധാരണയായി നവമി തിഥിയിലാണ് ചെയ്യുന്നത്. എന്നാൽ പുസ്തകങ്ങൾ പൂജ വെക്കുന്നത് അഷ്ടമി തിഥിയിലാണ്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇത്തവണ നവമി തിഥി ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 30 വൈകുന്നേരം 6:06 മുതൽ 2025 ഒക്ടോബർ മാസം 1 വൈകുന്നേരം 7:01 വരെയാണ്. എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ആയുധങ്ങൾ? ഒരു മനുഷ്യന് അവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളാണ് അവൻ്റെ ആയുധങ്ങൾ. ചിലർക്ക് വാഹനങ്ങളാകാം. അതായത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ഓട്ടോറിക്ഷയാണ് അവരുടെ ആയുധം. ടാക്സി കാർ ഓടിക്കുന്ന ആളുകൾക്ക് ടാക്സി അതാണ് അവരുടെ ആയുധം. കൃഷിക്കാർക്ക് അവരുടെ കൃഷി ഉപകരണങ്ങൾ, ഇനി ട്രാക്ടർ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഓരോ മനുഷ്യർക്കും അവരവരുടേതായ ആയുധങ്ങൾ ഉണ്ടാകും. എഴുത്തുകാർക്ക് പേനയാണ് അവരുടെ ആയുധം. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കമ്പ്യൂട്ടറാണ് അവരുടെ ആയുധം. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ ആയുധങ്ങൾ കാണും. ഈ ആയുധങ്ങളെ ഈശ്വരന് തുല്യമായി പൂജിച്ചാൽ, ആരാധിച്ചാൽ മാത്രമേ ആ ആയുധങ്ങൾ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു കൃഷിക്കാരൻ അവൻ്റെ ആയുധങ്ങൾ അവൻ്റെ കൃഷി ആവശ്യത്തിനു ശേഷം അത് വൃത്തിയായി കഴുകി സുരക്ഷിതമായി ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം. അതുപോലെ അവൻ ഉപയോഗിക്കുന്ന, കൃഷിക്ക് ആവശ്യമായി അവൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതും നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ അതിൻ്റേതായ ഐശ്വര്യം അവർക്ക് ഉണ്ടാകും. ചിലർ കണ്ടിട്ടില്ലേ, അവരവരുടെ വണ്ടികൾ അവരതെപ്പോഴും തുടച്ച് തൂത്ത് വൃത്തിയാക്കി അനാവശ്യമായി മറ്റുള്ള ആളുകളെ കൊണ്ടൊന്നും അതെടുത്ത് വളരെ മോശമായ രീതിയിൽ ഓടിക്കാൻ സമ്മതിക്കാതെ അതിനെ ഇങ്ങനെ സുരക്ഷിതമായി വെക്കും. കാരണം എന്താണ്? അതവരുടെ ചോറാണ്. അങ്ങനെ നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിനാവശ്യമായ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ആ ആയുധങ്ങളെ പൂജിക്കണം. സാധാരണ നമ്മൾ പുസ്തകം പൂജ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ആയുധ പൂജയും. ഇവിടെ നവമി ദിവസമാണ് ആയുധ പൂജ ചെയ്യേണ്ടത്. ഇത്തവണ നവമി വരുന്നത് സെപ്റ്റംബർ മാസം 30 ചൊവ്വാഴ്ചയാണ്. അന്ന് വൈകുന്നേരം 6:06 മുതലാണ് നവമി തുടങ്ങുന്നത്. പൂജ വെക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 6:06 മുതൽ 6:54 വരെയുള്ള സമയമാണ്. ഈ സമയത്താണ് ആയുധ പൂജ ചെയ്യേണ്ടത്. ആയുധങ്ങളെല്ലാം, അതായത് നമ്മൾ എന്ത് ഉപകരണം കൊണ്ടാണോ നമ്മുടെ ജീവിതമാർഗം കഴിച്ചു കൂട്ടുന്നത്, അതെല്ലാം വൃത്തിയായി തുടച്ച് നല്ല ഒരു സുരക്ഷിതമായ സ്ഥലത്ത് അത് സൂക്ഷിച്ചു വെച്ച്, ഇപ്പോൾ കാറൊക്കെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കി അലങ്കരിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആരതി കാണിച്ച് നമ്മളതിനെ പൂജിക്കണം. അതല്ല കമ്പ്യൂട്ടർ പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നന്നായി തുടച്ച് അതിൻ്റേതായ സ്ഥലത്ത് തന്നെ നിങ്ങൾ വെക്കുക. എവിടെയാണോ നിങ്ങൾ വെക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ വെക്കുക. അതല്ലാതെ അതെല്ലാം എടുത്ത് പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ലല്ലോ.
എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ സുരക്ഷിതമായി നല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കിയ ഒരു സ്ഥലത്ത് വെക്കുക. അതിൻ്റെ പൊടി, ആ ഉപകരണത്തിന് എന്തെങ്കിലും പൊടികൾ ഉണ്ടെങ്കിൽ അതുമൊക്കെ വൃത്തിയായിട്ട് തുടച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആരതി ഒഴിയുക. രാവിലെയും വൈകുന്നേരവും എന്തായാലും നമ്മൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ആ വിളക്ക് അത് കാണിക്കുക, അതല്ലെങ്കിൽ ആരതി ഒഴിയാൻ സാധിക്കുന്നെങ്കിൽ ആരതി ഒഴിയുക. എങ്ങനെയാണോ നമ്മുടെ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ ആയുധം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കി തരണമേ, നമുക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാക്കി തരണമേ. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഈ ആയുധങ്ങളെ പൂജിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ സാധനങ്ങളെ ഒന്നും ഇങ്ങനെ അനാവശ്യമായി വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ അശ്രദ്ധമായി കൊണ്ടുവന്ന് വെക്കില്ല. കാരണം അശ്രദ്ധമായി നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്താൽ അവിടേക്ക് മഹാലക്ഷ്മി വരികയില്ല. അഴുക്കായ പ്രതലത്തിലാണ്, അതായത് വൃത്തിയില്ലാത്ത പ്രതലത്തിൽ ആര് വസിക്കും? ജ്യേഷ്ഠാ ഭഗവതി വസിക്കും. വൃത്തിയുള്ള പ്രതലത്തിൽ മഹാലക്ഷ്മി വസിക്കും. ചിലർ വലിയ വീടൊക്കെ വെക്കും, പക്ഷേ ആ വീട്ടിനകത്തേക്ക് നമുക്ക് കാല് കുത്താൻ പോലും തോന്നില്ല. അത്ര വൃത്തികേടായിരിക്കും. കാരണം കുറേ തുണി അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു, കുറേ പുസ്തകങ്ങൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടും വൃത്തിയില്ലാതെ ഇട്ടിരിക്കുന്ന ചില വലിയ വലിയ വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ചില വീടുകൾ വളരെ ചെറിയ വീടായിരിക്കും, പക്ഷേ എപ്പോഴും നല്ല വൃത്തിയായി ഭംഗിയായി വെച്ചിരിക്കുന്ന വീടുകൾ, കുഞ്ഞു വീടുകൾ, ആ വീടുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കുഞ്ഞു വീട്ടിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകുന്നത്? അവിടെ മഹാലക്ഷ്മിയുടെ വാസമുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടതും. ചിലർ വളരെ അശ്രദ്ധമായി പണം കൈകാര്യം ചെയ്യും. പോക്കറ്റിലൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി പണം ഇട്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇവിടെയൊക്കെ മേശപ്പുറത്തും കട്ടിലിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ പൈസയൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി ഇടുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്കൊന്നും തന്നെ പൈസ വാഴില്ല. കാരണം ഏത് കാര്യമാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനെ ഈശ്വരന് തുല്യമായി കണ്ട് ഭംഗിയായി കൈകാര്യം ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് എപ്പോഴും വാഴത്തുള്ളൂ. ആ കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർക്കുക. ഇനി ആയുധ പൂജയെ സംബന്ധിച്ചിട്ടുള്ള ചില കഥകളുണ്ട്. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിനു മുമ്പ് അർജുനൻ ഇതുപോലെ നവമി തിഥിയിൽ തൻ്റെ ആയുധങ്ങൾ പൂജിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അർജുനന് വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഭഗവതി മഹിഷാസുരനെ വധിച്ചതിനു ശേഷം തൻ്റെ ആയുധങ്ങൾ താഴെ വെച്ചു എന്നും ആ ആയുധങ്ങളെ ദേവന്മാർ പൂജിച്ചു എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളെല്ലാവരും ആയുധ പൂജ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, വാഹനങ്ങൾ, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവർ അല്ലെങ്കിൽ ടാക്സി ഓടിച്ച് ജീവിക്കുന്നവരൊക്കെ പൂജ വെക്കണോ? പൂജ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകാം. ശരിയാണ്. അങ്ങനെയുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ സമയത്ത് സാധിക്കുമെങ്കിൽ സന്ധ്യാസമയത്ത് നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ പൂജിക്കുക. അതായത് നാളെ ഉച്ച കഴിയുമ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളെയെല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി വെക്കുക. അതിനുശേഷം സന്ധ്യയ്ക്ക് നിങ്ങളുടെ വാഹനത്തെ ഒന്ന് ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്കെന്നും ഈ വാഹനം കൊണ്ട് ഐശ്വര്യമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ആ വാഹനം ഉപയോഗിക്കാം. പിറ്റേ ദിവസം രാവിലെയും ഇതേപോലെ തന്നെ വാഹനത്തെ നിങ്ങൾ തന്നെ പൂജിക്കുക. ആരതി ഒഴിയുക, വാഹനത്തിൽ ചന്ദനം തൊടുക, നല്ല മാല അത് ഇടാൻ സാധിക്കുമെങ്കിൽ അത് ഇടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും വാഹനത്തെ നിങ്ങളൊന്ന്
പൂജിക്കണം. വിജയദശമി ദിവസം നിങ്ങൾക്ക് വീണ്ടും പൂജ ചെയ്യാം. ക്ഷേത്രത്തിൽ നിന്നും ഒരു പുതിയ മാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂജിച്ച് മേടിച്ച് നിങ്ങളുടെ വാഹനത്തെ ചാർത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാതെ വാഹനം ഓടിക്കാതിരിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം മാറിയെന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.